ഇടുക്കി കമ്പകക്കാനത്തേക്കാണ്. അവിടെ വാഹനം കയറി വയോധികന്റെ വലത് കൈ അറ്റുപോയിട്ട് 1 മാസം പിന്നിടുകയാണ്. പക്ഷേ ആ അപകടമുണ്ടാക്കിയ വാഹനം ഏതാണ് എന്ന കാര്യം പോലീസിന് മോട്ടോർ വാഹന വകുപ്പിനൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൂലിപ്പണിയെടുത്ത് ജീവിച്ചിരുന്ന സെബാസ്റ്റ്യൻ ജോസഫ് എന്ന വ്യക്തിയുടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ്. നവംബർ മാസം 12-ാം തീയതി ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ ഇടുക്കി വണ്ണപ്പുറം കമ്പകക്കാനത്ത് വെച്ചാണ് സെബാസ്റ്റ്യൻ ജോസഫിന് അപകടമുണ്ടാകുന്നത്. അജ്ഞാത വാഹനത്തിന്റെ ടയർ കയറി വലത് കൈ ചതഞ്ഞെറിഞ്ഞ് അറ്റുപോയി. തൊട്ട് താഴെ ഒരു ചായക്കടയുണ്ട്. അവിടെ വന്ന് ചായയും കുടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി പോകുന്ന നമ്മളിങ്ങോട്ട് തിരിയുന്ന നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുന്ന ആ കവല വരെയും വന്ന് എനിക്ക് ഓർക്കണ്ട. അവിടെ വരുമ്പോൾ എനിക്ക് തലയ്ക്ക് ഒരു ചെറിയൊരു മന്നി പോലെ തോന്നി. താഴെ നിന്ന് കയറി പോലും ഇവിടുന്നൊന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ആ മന്നിപ്പ് തോന്നി അവിടെ വീഴുക ചെയ്തെന്ന. അത് കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് ഓർമ്മ പോയി വണ്ടി കയ്യെ കയറുന്നതോ മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. കൂലിപ്പണിക്ക് പോയാണ് ഭിന്നശേഷിക്കാരിയായ മകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ സെബാസ്റ്റ്യൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. കടയിൽ പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇങ്ങനെ പുള്ളി ഇവിടം വരെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി, അപകടം ഉണ്ടായി. ഞാൻ ചെന്ന് ഒന്നേ നോക്കിയുള്ളൂ. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വെട്ടി കുളിച്ച് കിടക്കുമായിരുന്നു. പിന്നെ എന്നാ അവിടെ സംഭവിച്ചതെന്ന് പോലും എങ്ങനെയാണ് കൊണ്ടുപോയത് ഇതൊന്നും എനിക്കറിയത്തില്ല. അപകടമുണ്ടായ സ്ഥലത്ത് ദൃക്സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം മാറിയുള്ള വീടുകളിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അപകടമുണ്ടായ സമയത്ത് കടന്നുപോയ വാഹനങ്ങളുടെ നമ്പറുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ സൂചന ലഭിച്ചിട്ടില്ല. കൂടുതൽ പരിശോധന നടത്തി അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്തുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. അറ്റുപോയ കൈയുമായി കുടുംബത്തിന് താങ്ങാവാൻ സെബാസ്റ്റ്യനിന് കഴിയില്ല. അർഹിച്ച നഷ്ടപരിഹാരം ലഭിക്കാൻ ഇടിച്ചിട്ട വാഹനം കണ്ടെത്തണം. അതിന് പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കണം. എബിൻ ജോസ്, 24, തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ.